ഹായ്, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നിവിടെ ഫില്ലറിൻ്റെ പണിയിലാണ്. നമുക്കിവിടെ 3 ഫില്ലർ ഈ വീടിന് കൊടുക്കാണ്ട്. ഈ സൺസൈഡിൻ്റെ നേരെ അടിയിലേക്കാക്കി അവിടെ ഒരു ഫില്ലറും 2 ഫില്ലർ ഇവിടെയും. ഒരു ഫില്ലർ ഇവിടെ കണ്ട് ഷോവാളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 50-20 ഫില്ലർ ഇവിടെ കൊടുക്കുന്നത്. ഈ ഫില്ലർ 50-20 ഫില്ലറാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഒരു ഏരിയ വരുന്ന ഫില്ലറും 50-20 കൊടുത്തത്. ബാക്കി ഇവിടെ ഷോവാൾ വരാനുള്ളത്, ഈ ഷോവാൾ മൊത്തം തീർത്ത് വരാനുള്ളത് കൊണ്ടാണ് 50-20 കൊടുത്തത്. ഇവിടെ നമ്മൾ റിങ് വരാനുണ്ട്. ഈ സെൻറ്ററിൽ ഗ്യാപ്പിൽ ഒരു റിങ്ങും വരും. അതുകൊണ്ട് നമ്മളെന്ത് ഫുള്ള് കമ്പി കാര്യങ്ങളൊക്കെ വെച്ച് ഇനി പുട്ടിങ് ഇടാനുള്ള പരിപാടിയാണ്. ഈ പുട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി, നമ്മൾ കമ്പിൻ്റെ സെറ്റ് പരിപാടി കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് മോള് റിങ് കിട്ടുന്ന റെഡി അല്ലായിരിക്കും. അത് കെട്ടി അത് ഊരി ഒഴിവാക്കിയതാണേ. ഇവിടെ ഈ സൺസൈഡിൻ്റെ കമ്പി അങ്ങനെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒഴിവാക്കി ഇങ്ങോട്ട് ആക്കിയതാണ്. കാരണം ഇത് ഫില്ലറായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൺസെറ്റ് എന്ത് ചെയ്യുക, പൊട്ടിക്കുക. ഈ സൺസെറ്റ് പൊട്ടിച്ചാലേ നമുക്ക് അടിക്കാൻ കഴിയുള്ളൂ. കറക്റ്റ് ഷോവാൾ നേരെ ഇതിൻ്റെ നേരെ അടിയിൽ വരെ മുട്ടണേന്ന്. ഇത് പഴയ പ്ലെയിനും ചെരിവും രണ്ടും കൂടിയുള്ളൊരു വീടാണ്. അതുകൊണ്ട് ഈ ചെരിവിനെന്ത് ചെയ്യുകയാണ്, നമ്മൾ കട്ട് ചെയ്യാനുള്ളതാണ്. ഈ ചെരിവ് സൺസൈഡ് കട്ട് ചെയ്ത് ഇങ്ങോട്ടാണ് നമുക്ക് എന്താണ് ഇവിടെ പോർച്ച് വരാനുള്ളത്. പോർച്ചും സിറ്റ് ഔട്ടിന് ഈ ഒരു ഏരിയ വരാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫില്ലർ എത്ര വീതിയിൽ കൊടുക്കാനുള്ള കാരണം 50-20 ഫില്ലർ കൊടുക്കാനുള്ള കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഈ സൺസൈഡ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഈ പ്ലെയിനിനെ അവിടെ നിർത്തും. ഈ പ്ലെയിനിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾക്ക് അവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങാട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്ലെയിനിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് ഇട്ട് പോരണം. അപ്പോഴേ എന്താവുള്ളൂ, അത് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വൃത്തിയിൽ പോരുള്ളൂ. അതാണ് അതിൻ്റെ പരിപാടി. ഈ കംപ്ലീറ്റ് ഇതായി സൺസൈഡ് ഫുള്ള് നമ്മൾ കട്ട് ചെയ്യാനുള്ള. ഇത് ഫുള്ള് കട്ട് ചെയ്ത് ആ കമ്പിനെ നൂർത്തി ഫുള്ള് പ്ലെയിൻ ആക്കി അടിക്കുക. അപ്പോൾ ഈ ഫ്രണ്ടേജ് ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1.70 വന്നിന്. 1.70 ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളും നനയൂല, സിറ്റ് ഔട്ട് നനയൂല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് ഇത് നീട്ടി വാർക്കുന്നത്. പിന്നെ ഓൾറെഡി ഇവിടെ ചെറിയൊരു പോർച്ചാണ് ഈ വീട്ടിലുള്ളത്. ആ പോർച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഇത്രയോൾക്കും വലുപ്പാക്കാനുള്ള കാരണം. ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ഈ ഫില്ലറിട്ട് മുട്ടിച്ചാണ് നമുക്ക് എന്ത് റിങ് വെക്കണം. അവിടെ റിങ് വെക്കുക. അതേപോലെ തന്നെ നമ്മളിത് എന്താ ചെയ്തത്, കംപ്ലീറ്റ് കോൺക്രീറ്റ് കുഴക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ള് കറക്റ്റ് തോണി നേരെ കുയ്യിലേക്ക് വെക്കുകയാണ് ചെയ്തത്. തോണി നേരെ കുയ്യിലേക്കായിട്ട് വെച്ചിങ്ങാട്ട് കുയ്യിലേക്കായിട്ട് തള്ളി വിടാണ്. ഇങ്ങനെ തള്ളി വീണ സമയത്ത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ആകെ 3 ആൾ പണിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പരിപാടികളും തീർക്കുക. അതിൻ്റെ പ്രത്യേകത അതാണ്. 3 ആളുണ്ടായിട്ടുണ്ടെങ്കിൽ ഫില്ലർ നേരിട്ട് അങ്ങോട്ട് വെച്ച് കുഴങ്ങൂല. മറ്റ് നമ്മൾ ഒരു 10 ചാക്കിൻ്റെ പണി ഉണ്ടാവും, ഈ 10-11 ചാക്കിൻ്റെ പണി ഇന്നുണ്ടാവും. 11 ചാക്കിൻ്റെ പണിക്ക് നമ്മൾ ഫ്ലാറ്റ് ഇട്ട് കോൺക്രീറ്റ് വയ്ക്കുന്ന സമയത്ത് അതിന് 4 ആൾ 5 ആളൊക്കെ വേണ്ടി വരും. ഇതാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം പെട്ടെന്ന് പരിപാടികൾ തീർക്കാം. മറ്റേത് നമ്മൾ 4 ആൾ വന്ന് നിർബന്ധമായിട്ട് 4 ആൾ വേണം. 4 ആൾ വന്നിട്ട് കോൺക്രീറ്റ് കഴിയുമ്പോൾ ഏകദേശം 3 മണി ആവും. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് പരിപാടികൾ തീർക്കും. കാരണം നമ്മൾ പീസീസ് ഇട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്ത് കമ്പി നിർത്തിയത്. അല്ലെങ്കിൽ ആദ്യം PCC ഒക്കെ ചെയ്ത് കമ്പിയൊക്കെ നിർത്തും, എന്നാൽ അതിൻ്റെ പ്രശ്നമില്ല, ആളമ്മ കുറവ് മതി. ഇതെല്ലാം ഒരു ദിവസം ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കറക്റ്റ് കംപ്ലീറ്റ് നമ്മൾ തോണി നേരെ വെച്ച് ഇതിൽ ലൂസ് കുറച്ച് കോൺക്രീറ്റ് ഇറക്കിയിട്ടാൽ ഒറ്റയടിക്ക് പണിയാണ് കഴിഞ്ഞിട്ടും. അതേപോലെ നമ്മൾ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പുട്ടിങ് കിട്ടുന്ന സമയത്ത് മെറ്റൽ യാസ്റ്റ് ഉണ്ടാവണം. മെറ്റൽ യാസ്റ്റ് ഉണ്ടാകുമ്പോഴേ എന്താവുള്ളൂ, അത് ആ വൃത്തിയിൽ നിൽക്കുള്ളൂ. എപ്പോഴും സ്ട്രോങ് വേണ്ടത് പുട്ടിങ്ങിന് മെറ്റൽ യാസ്റ്റ് ആകുമ്പോഴേ പുട്ടിങ്ങിന് സ്ട്രോങ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സ്ലാബും കാര്യങ്ങളൊക്കെ വാർക്കുന്ന സമയത്ത് നമുക്ക് മെറ്റൽ ലേശം കുറയുമ്പോൾ എന്താ ഉണ്ടാകുക, സ്ലാബ് വൃത്തി ഉണ്ടാകുക. ഇവിടെ നമുക്ക് പുട്ടിങ്ങിന് ഉറപ്പാണ് വേണ്ടത്. പുട്ടിങ്ങിന് ഉറപ്പ് വേണ്ട സ്ഥിതിക്ക് നിർബന്ധമായിട്ട് മെറ്റൽ ഇടണം. അപ്പോൾ ഏകദേശം 1.25-2 കൊട്ട മെറ്റലുകളാണ് നമ്മൾ ഇതിലിടുന്നത്. അതിന് സിമൻറ്റ് നമ്മൾ കുറയ്ക്കാൻ പാടില്ല. സിമൻറ്റും അതേപോലെ കൂട്ടണം, കുറയ്ക്കാൻ പാടില്ല. ഒരഴിമതിയും പാടില്ല ഈ ഒരു പണിക്ക്. കാരണം അടി പോയി മൊത്തത്തിൽ. അടി പോകാനുള്ളൊരവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. കംപ്ലീറ്റ് കണ്ട നേരെ ഡയറക്റ്റ് നമ്മൾ തോണി വെച്ച് ഡയറക്റ്റ് ഇതാ ഫില്ലറിലേക്കായിട്ട് ഇറക്കുകയാണ്. ഒരാളങ്ങനെ വലിച്ചങ്ങ് പോയ അഥവാ കഴിയാത്ത സമയം ലോഡ് യാസ്റ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരാളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. 2 ആളുണ്ടെങ്കിൽ ഇത് മൊത്തം ലോഡിട്ട് അങ്ങനെ മറിച്ച് അങ്ങനെ തള്ളി കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കഥകൾ. നമ്മൾ പണി ഏകദേശം ഇപ്പോൾ തുടങ്ങിയത് ഏകദേശം കഴിയാനായി. ഓക്കെ, താങ്ക് യു. വീണ്ടും പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.